പ്യാരെ ബച്ചോ ആദാബ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ വിധത്തിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും സെക്കൻഡ് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററും കൂടി നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം അല്ലെ, ഒന്നാമത്തെ ഏക് സെ 4 तक के तमाम सवालों के जवाब लिखिए. 1 മുതൽ 4 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനാണ്. അല്ലെ, ഇതിവിടെ നമുക്ക് തന്നിട്ടുള്ളത് അത് ഓപ്ഷൻസ് ഉള്ളതാ ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെ, 1 വേർഡ് എടുത്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ നോക്കാം, ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദസ്തവറെ ഹിന്ദ് കാ മഹ്മാർ കോൻ ഹെ. ഈ പേര് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ദസ്തവറെ ഹിന്ദ് കാ മഹ്മാർ. ദസ്തവറെ ഹിന്ദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് ആരെയാണ്? അംബേദ്കറിനെയാണ്. അല്ലെ, ദസ്തവറെ ഹിന്ദ് കാ മഹ്മാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ദസ്തവറെ ഹിന്ദ് ഇന്ത്യൻ ഭരണഘടന, മഹ്മാർ ശില്പി കോൻ ഹെ ആരാകുന്നു? ആരാണ്? ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അബുൽ കലാം ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ. ആൻസർ എന്താണ്? അംബേദ്കർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് നോക്കാം. ഖാലാജാൻ ജിസെ ചാഹേ പഞ്ച് ബനായും. ഖാലാജാൻ ജിസെ ചായേം, ആരെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പഞ്ച് ബനായും, അവരെ നിങ്ങൾ പഞ്ചാക്കിക്കോളൂ. മുജേ ഹസർ നഹി ഹെ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് ആണ് പറയുന്നത്. ഈ ഡയലോഗ് എന്താ ചോദ്യം വന്നിട്ടുള്ളത്? ബച്ചോ മുക്കാലിമ ഹോർസെ പഠിയേ. അല്ലെ, മുക്കാലിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയലോഗ്. അല്ലെ, ഈ സംഭാഷണം, ഈ ഡയലോഗ് ഹോർസെ പഠിയെ, ശ്രദ്ധിച്ച് വായിച്ച്. ഒരു മുനാസിബ് കിർദാർ കാ നാം ചുൻകർ ലിഖിയെ. മുനാസിബ് എന്ന് പറഞ്ഞാൽ യോജിച്ച, കിർദാർ എന്ന് പറഞ്ഞാൽ കഥാപാത്രം, കാ നാം ചുൻകർ ലിഖിയെ, തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്ര ആളെ പേര് കൊടുത്തിട്ടുണ്ട്? ജുമ്മൻ ഷെയ്ഖ്, ഖാലാജാൻ, അലഗു ചൗധരി, സംജു സേട്ട്. ഈ 4 പേരാണ് നമ്മുടെ പ്രേംചന്ദിന്റെ അഫ്സാനയായിട്ടുള്ള പഞ്ചായത്തിലെ 4 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. അല്ലെ, ജുമ്മൻ ഷെയ്ഖ്, ഖാലാജാൻ, അലഗു ചൗധരി, സംജു സേട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ചോദ്യം വന്നിട്ടുണ്ട്. പഞ്ചായത്തിലെ അഹം കിർദാർ കോൻ കോൻ ഹെ, അഫ്സാന പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ആൻസർ എടുത്ത് എഴുതാൻ പറ്റൂ കേട്ടോ. ഖാലാജാനോടാണ് പറയുന്നത്. അല്ലെ, ജിസേ ചാഹേ പഞ്ച് ബനായേം, ആരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹസർ നഹി, അല്ലെ, അവരെ പഞ്ചാക്കിക്കോളൂ. മുജെ ഹസർ നഹി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഖാലാജാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് പറയുന്നുണ്ടാവുക? അല്ലെ, ഖാലാജാന്റെ ബന്ധുവായിട്ടുള്ള ജുമ്മൻ ഷെയ്ഖാണ്. ആരാ പറയുന്നത്? ജുമ്മൻ ഷെയ്ഖാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 3. സാധാരണയായിട്ട് അഗർ കോയി, ആരെങ്കിലും ബാദ്ഷാക്കെ ഖിലാഫ്, ബാദ്ഷാക്കെതിരെ, രാജാവിനെതിരെ ആവാസ് ഉടാത്ത, ശബ്ദമുയർത്തിയാൽ, യാ അല്ലെങ്കിൽ ഉസെ ബൊലാ ബൊലാ കഹത്ത, അദ്ദേഹത്തെ അല്ലെങ്കിൽ തെറ്റുകാരി എന്ന് വിളിച്ചാൽ, കഹത്താത്തോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്കാ സർ, അദ്ദേഹത്തിന്റെ തല, അവരുടെ തല, കലം കറാദേത്ത, വേർപ്പെടുത്തുന്നു അല്ലെങ്കിൽ വെട്ടിക്കളയും എന്നുള്ള അർത്ഥമാണ്. അതായത് ഇവിടെ ഉള്ള ചോദ്യം എന്താണ്? ബച്ചോ ഇസ് ജുംലേമേം, ഈ സെന്റൻസിൽ സർ കലം കറാദേന, സർ കലം കറാദേന എന്ന് പറഞ്ഞാൽ, അല്ലെ, ഈ വാക്ക് കലം കറാദേത്ത, ഈ വാക്കിന്റെ മഹന ക്യാ ഹെ, അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമുക്കറിയാം കൊല്ലുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലെ, തല വെട്ടിക്കളയും എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ജിന്ദ കർണ, അതായത് ജീവിപ്പിക്കുക, കത്തൽ കർണ കൊല്ലുക, പ്യാർ കർണ സ്നേഹിക്കുക, മുഹബത്ത് കർണ സ്നേഹിക്കുക, പ്രേമിക്കുക എന്നൊക്കെ അർത്ഥം തന്നെ. അല്ലെ, അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്? കത്തൽ കർണ. ഓക്കെ, നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നാലാമത്തെ, തബ്ദീലി വഹീലായേങ്ക. തബ്ദീലി എന്ന് പറഞ്ഞാൽ മാറ്റം, വഹീലായേങ്ക അവരാണ് കൊണ്ടുവരിക. ജോ ഉസെ ദേക്കിനേക്ക് ചിറാത് കരേങ്ക, ആരാണോ അതിനെ നോക്കാൻ, ദേക്കിനേക്ക് നോക്കാൻ, ചിറാത് കരേങ്ക, ചിറാത് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നുള്ള അർത്ഥമാണ്. കരേങ്ക, അല്ലെ, മാറ്റങ്ങളെ കാണാൻ ധൈര്യപ്പെടുന്നവനാണ് മാറ്റം കൊണ്ടുവരുന്നത്. അല്ലെ, അതായത് റിസ്ക് എടുക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് മാറ്റം കൊണ്ടുവരാൻ കഴിയുക എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കൗലിന്റെ മഷ്ഹൂർ കൗല് കിസ്കാ ഹെ, കൗൽ എന്ന് പറഞ്ഞാൽ കോഡ്സ് ആണ്. കോഡ്സ്, അല്ലെ, ആരെങ്കിലും പറഞ്ഞ പ്രശസ്തരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് കൗല്. അതിന് കോഡ്സ് എന്നാ പറയാ, ഉറുദുവില് കൗല് എന്ന് പറയും. അപ്പൊ കൗൽ കിസ്കാ ഹെ, ഇത് ആരുടെ കൗലാണ്? അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 കൗലാണ് തന്നിട്ടുള്ളത്. ഒന്ന് ഗാന്ധിജിന്റെയും ഒന്ന് APJ അബ്ദുൽ കലാമിന്റെയും. അല്ലെ, ഈ 2 കൗലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോ ഇവിടെ എന്താണ്, ആരുടേതാണത്? അല്ലെ, ഈ തബ്ദീലിന്ന് ഓർത്ത് വെക്കുക. തബ്ദീലിന്ന് വരുന്ന കൗല ആരുടേതാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. തബ്ദീലിന്ന് വരുന്ന കൗല ആരുടേതാണ്? ഗാന്ധിജിയുടെ കൗലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് 5 से 8 तक के सवालों से किसी 3 के जवाब 2-3 जिमलों में लिखिए. 5 മുതൽ 8 വരെയുള്ള സവാലോംസെ, അല്ലെ, ചോദ്യങ്ങളിൽ നിന്നും കിസി 3 के ജവാബ്, ഏതെങ്കിലും 3 എണ്ണത്തിന്റെ ജവാബ് 2-3 ജുംലോമേ, 2-3 സെന്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, 2-3 സെന്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2-3 ജുംലോമേ ലിഖിയെ, 2-3 സെന്റൻസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ ചോദ്യം നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്, 5ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്, ആകെ ചൽക്കർ, മുന്നോട്ട് പോയി, ഭീം റാവു സുഖുപാൽ, അല്ലെ, നമ്മുടെ അംബേദ്കറിന്റെ പേരെന്തായിരുന്നു? ഭീം റാവു സുഖുപാൽ ഇതായിരുന്നു. അല്ലെ, ഭീം റാവു സുഖുപാൽ എന്നുള്ള പേരിൽ നിന്നും, സുഖുപാൽസെ, അല്ലെ, ആ പേരിൽ നിന്നും അപ്നാ നാം, തന്റെ പേര് ബദൽക്കർ മാറ്റിയിട്ട്
ഭീം റാവു അംബേദ്കർ അല്ലെ ഭീം റാവു സുകുമാരൻ എന്നുള്ള പേരിൽ നിന്നും ഭീം റാവു അംബേദ്കർ എന്നുള്ള പേരിലേക്ക് ബനാദിയ മാറ്റി. ബച്ചോ കുട്ടികളെ ഇസ്കി വജഹ ക്യാ ഹെ അതിന്റെ കാരണം ഇസ്കി വജഹ ക്യാ ഹെ അതിന്റെ കാരണം എന്തായിരുന്നു അല്ലെ 2 മാർക്കിന്റെ ചോദ്യമാണ് 2-3 സെന്റൻസിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചോദ്യത്തിന്റെ മാർക്ക് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്തേണ്ടത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ ചോദ്യം തന്നെ 4 മാർക്കിന് വന്നാൽ നമുക്ക് കുറച്ചും കൂടി കൂട്ടി എഴുതേണ്ടി വരും. ഇതിപ്പോൾ 2 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2-3 സെന്റൻസിൽ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ക്വസ്റ്റിന്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നിട്ടുണ്ട്. നോക്കാം. ഇസ്കെ സ്കൂൾ മേ ഇവിടെ ഇസ്കെ എന്നുള്ളത് ഭീം കെ സ്കൂൾ മേ ആക്കി കൊടുക്കാം കേട്ടോ. ഭീം ആക്കി കൊടുക്കാം ഇവിടെ ഭീം ഭീം റാവു ആക്കി കൊടുക്കാം. ഭീം റാവു കെ സ്കൂൾ മേ ഭീം റാവുവിന്റെ സ്കൂളിൽ കൃഷ്ണ കേശവ് അംബേദ്കർ നാമി പേരിലുള്ള ഏക ഉസ്താദത്തെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓർക്കുക നമുക്ക് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2 മാർക്കിന് വരുമ്പോൾ നമ്മൾ എത്രത്തോളം എഴുതുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇസ്കെ സ്കൂൾ മേ ഭീം റാവു കെ സ്കൂൾ മേ കൃഷ്ണ കേശവ് അംബേദ്കർ നാമി ഏക ഉസ്താദ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ എഴുതേണ്ടത് വഹു ഭീം റാവു കോ ബഹുത് ചാഹത്തെ थे അദ്ദേഹം ഭീം റാവുവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഉസ്താദ് ഓർ ഷാഗിർദ് കാ യഹ് റിശ്ത ഉസ്താദിന്റെയും നമ്മുടെ ഉസ്താദിന്റെയും ശിഷ്യന്റെയും ഈ റിശ്ത ഈ ബന്ധം ഐസ മസ്ബൂത്ത് ഹുവ അത്രയും സ്ട്രോങ് ആയി എങ്ങനെയെന്നാൽ ആകെ ചൽക്കർ പിന്നീട് വഹ് ഭീം റാവു സുഖ്പാൽ നിന്നും ഭീം റാവു അംബേദ്കർ ബൻ ഗയ ഭീം റാവു അംബേദ്കർ എന്നുള്ള പേര് സ്വീകരിച്ചു. ഇനി ഇത് 3 മാർക്കിനോ 4 മാർക്കിനോ ആണെങ്കിൽ നമ്മളത് മൊത്തം എഴുതണം. അപ്പൊ നമ്മളൊന്ന് നോക്കാം കേട്ടോ. इसके स्कूल में ഭീം റാവു के स्कूल में ഭീം റാവുവിന്റെ സ്കൂളിൽ കൃഷ്ണ കേശവ് അംബേദ്കർ നാമി एक ഉസ്താദ് था കൃഷ്ണ കേശവ് അംബേദ്കർ എന്ന പേരിലുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ജോ ജാത് പാത് की तफरीक को नहीं मानते थे ജാത് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ജോ ജാത് പാത്ത് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയ്ക്ക് തഫ്രീഖ് എന്ന് പറഞ്ഞാൽ വിവേചനത്തെ नहीं मानते थे അംഗീകരിച്ചിരുന്നില്ല അല്ലെ. ജോ ജാത് പാത് के तफरीक को नहीं ജാത് പാത്ത് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയുടെ തഫ്രീഖ് എന്ന് പറഞ്ഞാൽ വിവേചനം नहीं मानते थे അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. വ സബക്കെ സാത്ത് എല്ലാവരോടും ബരാബരിക്ക അല്ലെ സമത്വത്തോടെ ഒരേപോലെയാണ് സലൂക്ക് എന്ന് പറഞ്ഞാൽ സലൂക്ക് കർത്തേത്തെ അല്ലെ പെരുമാറിയിരുന്നത്. ഓ ഭീംറാവുക്കോ ബഹു ചാത്തേത്തെ ഭീംറാവിനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ഭീംറാവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ഉസ്താദ് ഓ സാഹിബിക്കായ റിസ്ത ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ഈ ബന്ധം ഐസ മസ്ബൂത്ത് ഹുവ ഇങ്ങനെ സ്ട്രോങ് ആയി ആകെ ചെൽക്കർ അല്ലെ മുന്നോട്ട് പോയി അല്ലെങ്കിൽ പിന്നീട് ഓ ഭീംറാവു സുഖ്പാൽ സെ ഭീംറാവു അംബേദ്കർ ബൻ ഗയ കേട്ടോ. അങ്ങനെ 2 രീതിയിൽ ഉത്തരം എഴുതാൻ നമ്മൾ ആൻസർ എത്ര മാർക്കിനാന്ന് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ ഇത് നോക്കാം. പുത് ചുട്കി രുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇല പൊയ്യുന്ന കാലം അല്ലെ. പുത് ചുട്കി രുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണം. പുത് ചുട്കി രുത്ത് എന്ന് പറഞ്ഞാൽ ഇല പൊയ്യുന്ന കാലം അല്ലെ കാലത്തിൽ ഫൂൽ ഗിലാന പൂക്കൾ വിരിയുക എന്നത് കമാൽ ഹെ ഭയങ്കര ആശ്ചര്യം അല്ലെങ്കിൽ വലിയൊരു കഴിവാണ് വലിയൊരു സ്കില്ലാണ് അല്ലെ. എല്ലാ ഇലകളും പൊഴിഞ്ഞ് ആ പൂക്കളെ മാത്രം അവിടെ സംരക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര കഴിവുള്ള കാര്യമാണ്. പുത് ചുട്കി രുത്മേ അല്ലെ ആ ഇല പൊയ്യുന്ന കാലത്ത് ഫൂൽ ഗിലാത്തേ ചലേച്ചലോ അങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് പോകണം അല്ലെ. നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം, നമ്മൾ വിജയം നേടണം എന്നാണ് ഇവിടെ നമ്മുടെ കവി പറയുന്നത്. അപ്പൊ ഇതിലുള്ള ചോദ്യം അത് തന്നെയാണ്. ഈ ഷിഹറില് പുത് ചുട്കി രുത്മേ ഫൂൽ കിലാന അല്ലെ ഇല പൊയ്യുന്ന കാലത്ത് ഫൂൽ കിലാന പൂക്കൾ വിരിയിക്കുക സേക്കാം മത്ലബ് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. 2 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പിന്നെ ഈസി ആയിട്ട് ഇങ്ങനെ ഓരോ വരികൾ ചോദിക്കുമ്പോൾ ഓരോ പദ്യത്തിന്റെയും ഗസലിന്റെയും ഒക്കെ വരികൾ ചോദിക്കുമ്പോൾ 1 മാർക്ക് നേടാനുള്ള വഴിയാണ് നമുക്ക് ഇത് ഏത് പദ്യത്തിൽ നിന്ന് ഉള്ളതാണെന്ന് എഴുതാം അല്ലെ. ഏത് പദ്യത്തിലാണ് ആരാണ് എഴുതിയത് എഴുതിയാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് അതിന് 1 മാർക്ക് കിട്ടും അല്ലെ. ഇതിപ്പോ നമുക്ക് ദർസെ അമൽ എന്നുള്ള നമ്മുടെ നസമിൽ ഷഹാദത്ത് നസീറിന്റെ ദർസെ അമൽ എന്നുള്ള പദ്യത്തിൽ നിന്നുള്ള നസമിൽ നിന്നുള്ള വരികളാണ് അല്ലെ. അപ്പൊ ഷിഹർ ദർസെ ഷഹാദത്ത് നസീർ ക നസം ദർസെ അമൽ സെ ഹെ എന്നുള്ള ഒരു വരി ചേർത്താൽ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. എന്താണ് ഷിഹർ ഈ വരികളെ ഉറുദുക്കെ മഷൂർ ഷായർ ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള ഷാഹിർ കവി ഷഹാദത്ത് നസീറിന്റെ നസം പദ്യമായിട്ടുള്ള കവിതയായിട്ടുള്ള ദർസെ അമൽ സെ ലേ ലിയാ ഹെ അല്ലെ ദർസെ അമലിൽ നിന്നും എടുത്തതാണ്. ഈ ഷിഹർമേ ഈ വരികളിൽ ചുടുക്കി രുത്മേം ഫൂൽ ഗിലാന അല്ലെ ഇല പൊയ്യുന്ന കാലത്ത് പൂക്കൾ വിരിയുക സേ മുറാദ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹ് ഇതാകുന്നു. മുഷ്കിൽ ആലാത്മേ ബുദ്ധിമുട്ടുള്ള കാലത്ത് അല്ലെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിൽ പോലും ഉമീദ് പ്രതീക്ഷയോടും ഖുഷി സന്തോഷത്തോടും ഒരു കാമിയാബി പൈദാ കർനാ ഹെ വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് പുത് ചുട്കി രുത്ത് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യത്തിൽ എന്താ വന്നിട്ടുള്ളത്? ആപ് മുझे അന്ധ ക്യോं कहते हैं നിങ്ങൾ എന്തിനാണ് എന്നെ അന്ധൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അന്ധ ക്യോं कहते हैं നിങ്ങൾ എന്തിനാണ് എന്നെ അന്ധൻ എന്ന് വിളിക്കുന്നത്? ജബ് മുझे सब कुछ साफ दिखाई देता है എനിക്ക് എല്ലാം വൃത്തിയായിട്ട് സാഫ് ദിക്കായി ദേത്ത എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ये മുക്കാലിമ कौन किससे कहता है ഈ ഒരു ഡയലോഗ് മുക്കാലിമ എന്ന് പറഞ്ഞാൽ എന്താണ് ഡയലോഗ്. ये മുക്കാലിമ कौन ആരെ किससे ആരോടാണ് कहता है ആരോടാണ് പറയുന്നത് അല്ലെ. ഈ ഡയലോഗ് ആരോടാണ് പറയുന്നത്? ഈ ഡയലോഗ് ഏതിലെ ഡയലോഗാണ്? നമ്മൾ സാങ്കേതിക കശ്മ എന്നുള്ള പാഠത്തിലെ കോൺ കിസസെ कहते हैं ആരോടാണ് പറയുന്നത് അല്ലെ. കോൺ ബാദുഷാ ബഹ്റാം ആരോടാ പറയുന്നത്? സൂഫി ബുസർഗ് ലൈക്കോറിനാണ് സേ कहते हैं ലൈക്കോറിനാണ് പറയുന്നത്. ബാദുഷാ ബഹ്റാം സൂഫി ബുസർഗ് ലൈക്കോർ സേ कहते हैं സൂഫി ബുസർഗ് ലൈക്കോറിനാണ് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് വേണമെങ്കിൽ എന്ത് എഴുതാം? നമുക്ക് മാർക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ മുക്കാലിമ സംഗീതിക കശ്മ
നാം കഹാനി സേ ഹെ അല്ലെ, സംഗീത കരിഷ്മ എന്നുള്ള ആ ഒരു കഥയിൽ നിന്നുള്ള ഡയലോഗാണെന്ന് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടിച്ചേർക്കാം കേട്ടോ. തന്നെ അതിനുള്ളൊരു മാർക്ക് കിട്ടും. ഇനിയിപ്പോ ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. എട്ടാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, എട്ടാമത്തെ ഇതുപോലെ ഒരു ഷിയറാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് വായിച്ചു നോക്കാം. എട്ടാമത്തെ ചോദ്യം, ബച്ചോ ഈ ഗസൽ കെ അഷ്ഹാർ കോൾസെ പഠിയെ, ഗസലിൽ നിന്നുള്ള വരികളാണ് അല്ലെ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ഗസലിൽ നിന്നുള്ള വരികളാണ്. അതെന്താണ് നമ്മളോട് ശ്രദ്ധിച്ച് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉന്മേസെ അതിൽ നിന്നും കാഫിയ ഓർ റദീഫ്, കാഫിയയും റദീഫും അലഗ് അലഗ് ലിഖിയെ, കാഫിയയും റദീഫും തിരിച്ചെഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ്, ആഗ് ബഹത്തി ഹെ യഹാം ഗംഗാമേം ജീലം മേ ബി അല്ലെ, കോയി ബതലായെ കഹാം जाके नहाया जाए, प्यार का खून वाक्यों ये समझने के लिए और अंधेरे को उजाले में बुलाया जाए. ഈ വരികളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമുക്ക് കാഫിയും റദീഫും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കാഫിയ എന്ന് പറഞ്ഞാൽ എന്താ, റദീഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ആദ്യം ഞാൻ റദീഫ് എന്താന്ന് പറയാം. റദീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജായ എന്ന് കണ്ടോ, ഇവിടെ ജായ എന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ, അതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. സിമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ അത് നമ്മുടെ ഈ വരികളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ടാവും. എല്ലാ വരികളെയും ഒന്ന് ഇടവിട്ടുള്ള ആദ്യത്തെ ഒന്ന് രണ്ട് വരികളിലുണ്ടാവും. അതുപോലെ പിന്നീട് അങ്ങോട്ട് ഒന്ന് ഇടവിട്ടുള്ള വരികൾ, മൂന്നാമത്തെ വരിയിൽ ഉണ്ടാവില്ല, നാലാമത്തെ വരിയിൽ, അഞ്ചാമത്തെ വരിയിൽ ഉണ്ടാവില്ല, ആറാമത്തെ വരിയിൽ, അങ്ങനെ ആവർത്തിച്ച് വരുന്നതാണ് എന്ത്, റദീഫ്. ഇവിടെ കണ്ടോ ജായെ, അതുപോലെ ഇവിടെ കണ്ടോ ജായെ, കണ്ടല്ലോ ജായെ, ഇങ്ങനെ എന്താണ് ഒരേപോലെ വരുന്നതാണ് റദീഫ് കേട്ടോ. ജായെ ജായെ. ഇതിന് പകരം ക്യാഹെ എന്നൊക്കെ വരും. അതുപോലെ ദിലൈനാദാം തുജേ ഹുവ ക്യാഹെ, ആഖിറുസ്കി ദർദ് കി ദവാ ക്യാഹെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഹെ എന്ന് വരുന്നതുണ്ട് അല്ലെ. അങ്ങനെ ഒരേപോലെ വരുന്നതാണ് എന്ത്, റദീഫ്. അപ്പൊ ഇവിടെ റദീഫ് ഏതാണ്, ജായ എന്നുള്ളതാണ് അല്ലെ. അതുപോലെ കാഫിയ എന്ന് പറഞ്ഞത് ഈ റദീഫിന്റെ തൊട്ട് മുമ്പ് അല്ലെ, റദീഫിന്റെ തൊട്ട് മുമ്പ് വരുന്ന ആവാസ് അൽഫാസ് ആണ് അല്ലെ. ഇവിടെ ഏതാണ്, ജായക്ക് മുമ്പ് വന്നത് ഏതാ, നഹായ. ഇവിടെ ജായക്ക് മുമ്പ് വന്നതാണ് പുലായ അല്ലെ. അപ്പൊ ഈ റദീഫിന് മുന്നേ വരുന്നതാണ് എന്ത്, കാഫിയ. ജായക്ക് പുലായ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് റദീഫായി വന്നിട്ടുള്ളത്, നഹായ, പുലായ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി 3 മാർക്കിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത് നൗസെ സോല തക്ക് കെ സവാലോं के किसी 6 के जवाब मुख्तसर लिखिए. 6 മുതൽ 16 വരെയുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ, 6 ചോദ്യങ്ങൾക്ക് മുഖ്തസിർ ലിഖിയ എന്ന ഷോർട്ട് നോട്ട്, ലഘു വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ജംഗ് സെ ഹൊരീബി. ജംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, യുദ്ധം. ഹൊരീബി എന്നാൽ എന്താണ്, ദാരിദ്ര്യം, പട്ടിണി. ബർബാദി, നാശനഷ്ടങ്ങൾ. ജയ്സെ അതുപോലെയുള്ള കൈ മസായിൽ പേഷ് ആത്തെ ഹേ അല്ലെ, പല പ്രശ്നങ്ങളും വരുന്നു. ബച്ചോ ജംഗ് സെ ഓർ ക്യാ ക്യാ മുസീബത്തെ സാമനെ ആത്തി ഹേ അല്ലെ, യുദ്ധം കൊണ്ട് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ, മുസീബത്തെ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാണ് വരുന്നത്. മുഖ്തസിർ ലഗിയെ അല്ലെ, ഷോർട്ടാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്നെ 2 പ്രശ്നങ്ങൾ പറഞ്ഞു, അത് നമ്മൾ ആദ്യം കണ്ട് എടുത്ത് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് ഇതിനൊരു ചെറിയൊരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, ജംഗിക്കെ മുസീബത്തെ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ. ജംഗ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ എന്നുള്ള ഇത് കൊടുക്കാം. ജംഗ് എന്ന് ഇവിടെ ഉണ്ട്, മുസീബത്തെയും ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ്, അല്ലെങ്കിൽ ജംഗിക്കെ മസായിൽ എന്ന് കൊടുക്കാം അല്ലെ. ജംഗിന്റെ പ്രശ്നങ്ങൾ മസായിൽ എല്ലാം ഒരേ മീനിങ്ങിനെ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജംഗിസെ ഹൊരീബി ആത്തി ഹേ അല്ലെ, പിന്നെ യുദ്ധം കൊണ്ട് എന്ത് വരും, ഹൊരീബി വരും. അതുപോലെ ജംഗിസെ കൈ ബർബാദിയ മാത്തേ ഹേ അല്ലെ, ജംഗ് കൊണ്ട് എന്ത് വരും, ഒരുപാട് നാശനഷ്ടങ്ങൾ വരും. ബർബാദി ആത്തി ഹേ അല്ലെ. അങ്ങനെ 2 എണ്ണം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കൂട്ടി എഴുതി കൊടുക്കാം. നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നോക്കാം. ജംഗ് കൊണ്ടുണ്ടാകുന്ന, യുദ്ധം കൊണ്ടുണ്ടാകുന്ന മുസീബത്തെ അല്ലെങ്കിൽ മസായിൽ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ജംഗിക്ക് മസായിൽ അല്ലെങ്കിൽ ജംഗിക്ക് നുക്സാനാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ജംഗ് സെ യുദ്ധം കൊണ്ട്, അമേഷ എല്ലായ്പ്പോഴും, നുക്സാൻ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഓർ ബർബാദി നാശനഷ്ടങ്ങൾ, ഓത്തേ ഹേ അല്ലെ, നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ജംഗ് മേ സിർഫ്, ജംഗിൽ ഒരിക്കലും പിന്നെ ഫൗജ്, സിർഫ് ഫൗജ് സൈന്യം മാത്രമല്ല അല്ലെ, സിർഫ് ഫൗജ് നെഹിം സൈന്യങ്ങൾ മാത്രമല്ല, ബൽക്കെ പിന്നെ ഹാം ലോകോം ബി അല്ലെ, സാധാരണ ജനങ്ങൾ കൂടി മർത്തേഹേം മരിക്കുന്നുണ്ട്. ഗറോക്കി ബർബാദിയാം വീടുകൾ നഷ്ടപ്പെടുന്നു. ഫരീബി ദാരിദ്ര്യം, ഭൂക്ക് വിശപ്പ്, ബീമാരി അസുഖങ്ങള്, ഏ സബ് ജംഗിക്കെ നതാഹിച്ച് ഇതൊക്കെ യുദ്ധം കൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങളാണ്. ജംഗ് സെ യുദ്ധം കൊണ്ട്, കബി ഒരിക്കലും, അമൻ ഓർ തർക്കി നമ്മുടെ അമൻ എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തി എന്നൊക്കെ പറയാം. അമൻ സമാധാനവും, ഓർ തർക്കി എന്ന് പറഞ്ഞാൽ പുരോഗമനം നെഹി മിൽത്തെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് അതിന്റെ ആൻസർ ചെയ്താ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അലഗു ചൗധരിമേം, ചുമ്മനും അലഗു ചൗധരിമേം ബഡ യാരാനാത്ത, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ദോസ്തി അമേ ഖുഷി ദേത്തി ഹേ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് നമുക്ക് എന്താണ്, ഖുഷി ദേത്തി ഹേ സന്തോഷം നൽകുന്നതാണ്. സുഖ ദുഃഖമേം സാത്ത് ദേത്തി ഹേ, സുഖ ദുഃഖമേം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിലും ദുഃഖത്തിലും സാത്ത് ദേത്തി ഹേ കൂടെ ഉണ്ടാകും. ബച്ചോ നിങ്ങൾക്കും, ആപ്കോ ഭി കോയി ജിഗരി ദോസ്ത് ജറൂർ ഹോഗ, ജിഗരി ദോസ്ത് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട് കേട്ടോ. ജിഗരി ദോസ്ത് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട്, നിങ്ങൾക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവും. ദോസ്തി കെ ബാരേമേ
അല്ലെ നമ്മുടെ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ആപ്കാ തജുർബാത്തി നോട്ട് തയ്യാർ കീജിയെ, നിങ്ങളുടെ അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? നമ്മൾ ദോസ്തി എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് എഴുതാനാണ്. അതിന് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിന്റെ പേര് ഉൾപ്പെടുത്താം. അതുപോലെ പിന്നെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 പോയിന്റ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. ദോസ്തിന്നോ അല്ലെങ്കിൽ തജുർബ നിങ്ങൾ എഴുതാൻ പിന്നെ ഇതിലേറ്റവും നല്ലത് എഴുതാൻ ദോസ്തി തന്നെയാണ് ഹെഡിങ് എഴുതാൻ നല്ലത്. അപ്പോൾ ദോസ്തി ഇവിടെ നമുക്ക് 2 സെന്റൻസ് ഇതിൽ തന്നെ എടുത്ത് എഴുതാൻ പറ്റും. ഏതാണ്? ദോസ്തി ഹമേ ഖുഷി ദേത്തി ഹെ, അല്ലെ? നമുക്ക് സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സന്തോഷം നൽകുന്നതാണ്. സുഖ ദുഃഖമേ സാത്ത് ദേത്തി ഹെ, സുഖത്തിലും ദുഃഖത്തിലും അവർ എന്റെ കൂടെ ഉണ്ടാകും, അല്ലെ? ഇനിയിപ്പോ നമുക്കിവിടെ എന്ത് ചെയ്യാം? മേരാ ജിഗരി ദോസ്ത് ഹെ ഫാത്തിമ, എന്റെ ക്ലോസ് ഫ്രണ്ടാണ് ഫാത്തിമ. ഫാത്തിമ ഹർ വക്ത് മേരെ സാത്ത് ഹോത്താ ഹെ, ഫാത്തിമ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. മുझे ബഹുത് ഖുഷി ദേത്തി ഹെ, എനിക്ക് ഭയങ്കര സന്തോഷം തരും അവള്. അതുപോലെ മുझे സുഖ ദുഃഖമേ സാത്ത് ദേത്തി ഹെ, എന്റെ സുഖത്തിലും ദുഃഖത്തിലൊക്കെ അവള് കൂടെ ഉണ്ടാകും എന്നൊക്കെ നിങ്ങളൊരു ക്ലോസ് ഫ്രണ്ടിന്റെ പേര് എഴുതിയിട്ട് എഴുതാം. അല്ലാതെ പിന്നെ നിങ്ങൾക്ക് ദോസ്തി എന്നുള്ള ഒരു ടോപ്പിക് ആയിട്ട് വേണമെങ്കിൽ ഇത് എഴുതാം കേട്ടോ. അപ്പൊ നമുക്കൊരു ടോപ്പിക് ആയിട്ട് ഇവിടെ എഴുതി നോക്കാം. അപ്പൊ നമുക്ക് ദോസ്തി എന്നുള്ളതിന്റെ ഒരു മുഖത്തസിർ നോട്ട് കാണാം കേട്ടോ. ദോസ്തി എന്നുള്ള ടോപ്പിക്കിൽ നമുക്കൊരു മുഖത്തസിർ നോട്ട് കാണാം. ദോസ്തി അല്ലെ, ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്ത് ബന്ധം. ദോസ്തി ജിന്ദഗി കാ ഏക് ഖൂബ്സൂറത്ത് റിശ്ത ഹെ, ദോസ്തി സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ജിന്ദഗി കാ ജീവിതത്തിലെ ഒരു ഖൂബ്സൂറത്ത് റിശ്ത ഹെ, ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. റിശ്ത എന്ന് പറഞ്ഞ റിലേഷൻ, ഒരു ബന്ധമാണ്. ഏക് അച്ഛാ ദോസ്ത്, ഒരു നല്ല കൂട്ടുകാരൻ, ഹമേഷ എല്ലായ്പ്പോഴും, മുഷ്കിൽ വക്ത് പ്രയാസമുള്ള സമയത്ത്, ഹമാരാ സാത്ത് ഹോത്താ ഹെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഓർ ഹമാരി ഖുഷിയോ മേ നമ്മുടെ സന്തോഷത്തിൽ ശരീക് ഹോത്താ ഹെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതായത് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഫ്രണ്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ്. സച്ചി ദോസ്ത് അല്ലെ, സച്ചി ദോസ്തി അല്ലെ, സത്യസന്ധമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഹേത്തിമാദ് വിശ്വാസവും, മുഹബത്ത് സ്നേഹവും, ഓർ സമജ്ദാരി ഹോത്തി ഹെ പരസ്പരം മനസ്സിലാക്കലുമാണ്. അല്ലെ, സത്യസന്ധമായ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം, പരസ്പരം സ്നേഹിക്കണം. അതുപോലെ സമജ്ദാരി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ്. അച്ഛേ ദോസ്ത് ശരിക്കുള്ള കൂട്ടുകാര്, അമേ നമുക്ക് നേ കാം കർണേ നല്ല കാര്യങ്ങൾ ചെയ്യാനും, ഓർ ബഹ്തർ ഇൻസാൻ ബന്നേക്ക് നമ്മെ നല്ല മനുഷ്യരാക്കാനും കോശിഷ് കർത്തേ ഹെ എന്ന് പറഞ്ഞാൽ ശ്രമിക്കും. സച്ചാ ദോസ്ത് നല്ല കൂട്ടുകാര്, ജിന്ദഗി കാ കീമത്തി തൂഫ ഹെ നമ്മുടെ ജീവിതത്തിലെ ഒരു വാല്യുബിൾ ഗിഫ്റ്റ് ആണ് എന്നുള്ളത് കേട്ടോ. ഇത്രയാണ് നമ്മൾ ദോസ്തിനെ കുറിച്ചുള്ള ഒരു മുത്തസിർ നോട്ട് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം വരുന്നത് തഫ്രീഖ് രംഗവൻ നസൽ മിട്ടാത്തെ ചലേ ചലോ ഇൻസാനിയത്തിക്ക് ശാൻ ദിക്കാത്തെ ചലേ ചലോ. ഒരു ഷിയറാണ്. ഈ ഷിയർ സഹാദത്ത് നസീറിന്റെ ദർസെ അമൽ എന്നുള്ള നസമിൽ നിന്നുള്ളതാണ്. അല്ലെ, ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് സമാജത്തെ രംഗു നസൽ തഫ്രീഖോ ഹം കൈസെ മിഠായെങ്കിൽ, സമാജത്തെ സമൂഹത്തിൽ നിന്നും രംഗു നസൽ കി തഫ്രീഖ്, രംഗു നസൽ എന്ന രംഗ് എന്ന നിറം, നസൽ എന്ന ജാതി, നിറത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള തഫ്രീഖ് വിവേചനം, ഹം കൈസെ മിഠായെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇല്ലാതാക്കുക? ഇൻസാനിയത്തിക്ക് ഷാൻ ബനാനെ കെ ലിയെ ഹം ക്യാ ക്യാ കർ സക്തേ ഹെ, മനുഷ്യത്വം വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? സവാലോं की रोशनी में അല്ലെ, ചോദ്യങ്ങൾ അനുസരിച്ച് ഇൻസാനിയത്തിക്ക് അഹമിയത്ത് പർ മുഖത്തസിർ നോട്ട് ലിഖിയെ, ഇൻസാനിയത്തിക്ക് അഹമിയത്ത് മനുഷ്യത്വത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ 3 മാർക്കിന്റെ ചോദ്യമാണെന്ന് നോക്കാം. നമ്മളൊരു 3-4 സെന്റൻസിലാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഷിയർ ഏത് നസമെന്ന് ആരുടെ വരികളാണ് നമുക്ക് എഴുതാം അല്ലെ, അതായത് നമുക്കൊരു മാർക്ക് ഷുവറാണ്. അടുത്തത് ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് കൂടി എഴുതിയാൽ നമുക്ക് ഇതിന്റെ ആൻസർ ആവും കേട്ടോ. നമുക്ക് ആൻസർ നോക്കാം. ഉത്തരം നോക്കാം. ഈ വരികള് ഷഹാദത്ത് നസീർ കെ നസ, ഷഹാദത്ത് നസീറിന്റെ ഇവിടെ മുന്നിൽ നമുക്ക് വേണമെങ്കിൽ ഉറുദു കെ മഷൂർ ഷായർ ഷഹാദത്ത് നസീർ കെ നസം എന്നൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ദർസെ അമലിൽ നിന്നും ഹേ ഉള്ളതാകുന്നു. രംഗു നസൽ കി തഫ്രീഖ്, നിറത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള വിവേചനം ഖത്തം കർക്കെ അവസാനിപ്പിച്ചുകൊണ്ട്, സബക്കെ സാത്ത് എല്ലാവരോടും, ബരാബരി സമത്വത്തോടും അല്ലെങ്കിൽ തുല്യതയോടും, ഓർ മുഹബത്ത് സെ അല്ലെ സ്നേഹത്തോടും, പേഷ് ആന ചാഹിയെ പെരുമാറണം. ഇൻസാനിയത്ത് കി ഹിദ്മത്ത് മനുഷ്യത്വവും, ഓർ ദൂസരോं की മദത് കർക്കെ അല്ലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട്, മദത് കർക്കെ എന്ന് സഹായിച്ചുകൊണ്ട്, ഇൻസാനിയത്ത് കി സാൻ ബടാ സക്തേ ഹേ നമുക്ക് മനുഷ്യത്വം ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും അതുപോലെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടും നമുക്ക് മനുഷ്യത്വം വളർത്താൻ പറ്റുന്നതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്ര എഴുതിയാൽ നമുക്ക് 2 മാർക്ക് ഷുവർ ആട്ടോ. 12ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സംഗീത് കാ കരിഷ്മ ഏക് ദിൽകഷ് കഹാനിയെ, സംഗീത് കാ കരിഷ്മ എന്നുള്ളത് ഒരു നല്ലൊരു കഥയാണ്. ഇസ്മേ ബാദ്ഷാവോं के जुल्म व सितम, ഇതിൽ ബാദ്ഷാവോं के जुल्म व सितम രാജാക്കന്മാരുടെ ജുൽമു വസത്തം എന്നാൽ അക്രമങ്ങൾ, ഓർ അപ്പിന മുൽക്ക് തൗസീ കർണേക്ക് തന്റെ രാജ്യം തൗസീ കർണേക്ക് വിശാലമാക്കാൻ വേണ്ടി, ആർസൂ കെ ബാരെ മേ ബയാൻ കർത്താ ഹെ അതിന്റെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലേ വന്നിട്ടുള്ളത് ഇസ് കഹാനിക്ക് അഹം കിർദാൻ കോൻ കോൻ ഹെ, ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സംഗീത് കാ കരിഷ്മ എന്നുള്ള കഹാനിയിൽ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് വരുന്നത്. ഒന്ന് ബാദ്ഷാ ബഹറാം, രണ്ടാമത്തെ വസീർ ഹക്കീം ഖാൻ, മൂന്നാമതായിട്ട് സൂഫി ബുസർഗ് ലൈക്കോർ. അങ്ങനെ 3 കഥാപാത്രങ്ങളാണ് വരുന്നത്. ആപ്ക പസന്ദീദ കിർദാർ കോൻ ഹെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കിർദാർ ആരാണ്? ക്യോം എന്തുകൊണ്ട്? കിർദാർ കി ഖുസൂസിയത്ത് ബയാൻ കീജിയെ, കിർദാറിന്റെ പ്രാധാന്യത്തെ പ്രത്യേകതകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വസീർ ഹക്കീം ഖാനെ കുറിച്ചുള്ള ഒരു കിർദാർ നികാരിയാണ്. വസീർ ഹക്കീം ഖാൻ അല്ലെ, വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി, ഹക്കീം ഖാൻ
അക്കീം ഖാൻ കഹാനി സംഗീത് കാ കരിഷ്മ കി ഏക് അഹം കിർദാർ ഹെ. അക്കീം ഖാൻ എന്താണ് സംഗീത് കാ കരിഷ്മ എന്നുള്ള കഹാനിയിലെ ഏക് അഹം കിർദാർ ഹെ, ഒരു പ്രധാന കഥാപാത്രമാണ്. ഇത് നമുക്ക് ആരെ കുറിച്ച് എഴുതാം, ഈ 3 കഥാപാത്രങ്ങളെ കുറിച്ചും ഏത് കഥാപാത്ര കുറിച്ച് എഴുതാണെങ്കിലും കിർദാറിനെ ആരെ കുറിച്ച് എഴുതാണെങ്കിലും നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു സെന്റൻസ് എഴുതാം. ഇവിടെ ആ കഥാപാത്രത്തിന്റെ പേര് കൊടുക്കുക, കിർദാറിന്റെ പേര് കൊടുക്കുക, എന്നിട്ട് ഏതാണോ കഥ കൊടുക്കുക, എന്നിട്ട് കി ഏക് അഹം കിർദാർ ഹെ, ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്നു എന്ന് കൊടുക്കാം. ഉനോനെ അദ്ദേഹം സൽത്തനത്ത് കമർകന്ദ് കാ വസീർ താ. സൽത്തനത്ത് സമർക്കന്ത് ഭരണത്തിലെ മന്ത്രിയായിരുന്നു. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രിയായിരുന്നു. വോ ബാദ്ഷാ കെ സാത്ത്, അദ്ദേഹം രാജാവിന്റെ കൂടെ ജംഗ് കേലിയെ യുദ്ധത്തിന് ജാത്തെ ഹെ, പോവാറുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ട്. രാസ്തേ വഴിയിൽ സൂഫി ബുസർഗ് ലൈക്കോർക്കോ മിൽത്തെ ഹെ, സൂഫി ബുസർഗ് ലൈക്കോർക്കോ മിൽത്തെ ഹെ, സൂഫി ബുസർഗ് ആയിട്ടുള്ള ലൈക്കോറിനെ കാണുന്നു. കാണുന്നു. അക്കീം ഖാനെ ലൈക്കോർ കെ ബാത്തോं पर മുത്താസിർ होकर, ലൈക്കോർ പറഞ്ഞ കാര്യങ്ങളിൽ മുത്താസിർ होकर സ്വാധീനിച്ച് ഉസ്കെ ദിൽ മേ, അദ്ദേഹത്തിന്റെ മനസ്സിൽ തബ്ദീലിയാം ആത്തെ ഹെ, മാറ്റങ്ങൾ വരുന്നു. तो वह बादशाह के साथ वापस नहीं जाते हैं, അദ്ദേഹം ബാദഷാന്റെ കൂടെ തിരിച്ച് യുദ്ധത്തിന് പോകുന്നില്ല. അക്കീം ഖാൻ ബഹുത്ത് സഹീൻ തി, അദ്ദേഹം ബഹുത്ത് സഹീൻ എന്ന് പറഞ്ഞാൽ ബ്രില്യന്റ്, അദ്ദേഹം ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് ബാദഷാക്ക് ഉസ്കെ മുഷ്വിറോ കി ജറൂറത്ത് ഹോത്തെ തെ, ബാദഷാക്ക് എന്താണ് അദ്ദേഹത്തിന്റെ മുഷ്വിറോം അദ്ദേഹത്തിന്റെ അഡ്വൈസ് ഉപദേശങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. होते थे, इसलिए അതുകൊണ്ട് ബാദഷാ ഉസ്കോ ആധാ സൽത്തനത്ത് ദേനെ കാ വാദാ കർത്തെ ഹെ, രാജാവ് അദ്ദേഹത്തിന് പകുതി ഭരണം അദ്ദേഹത്തിന് കൊടുക്കുക അല്ലെങ്കിൽ പകുതി രാജ്യം അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ള ഉറപ്പ് നൽകുന്നു. ലേക്കിൻ പക്ഷേ വോ ഇൻകാർ കർത്തെ അദ്ദേഹം അത് നിരസിച്ചുകൊണ്ട് പറയുന്നു. എന്തെന്നാൽ മേ അഭി അന്ധാ നഹീ ഹൂം, ഞാനിപ്പോൾ അന്ധനല്ല. മേ അബ് അന്ധാ നഹീ ഹൂം, ഞാനിപ്പോൾ അന്ധനല്ല. മേരി ബീനായി, എന്റെ കാഴ്ച വാപ്പസ് ആ ഗയി ഹെ, തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ലെ, ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കൃതാർണിക്കാരി കേട്ടോ. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് നോക്കാം. जात पात और भेदभाव बेमहनी है, समाज के सब लोग बराबर है. ഇതാരെ കൗലാണ്? അംബേദ്കറിന്റെ കൗലാണ് അല്ലെ. जात पात और भेदभाव बेमहनी है, എന്താ ജാതി വ്യവസ്ഥയും അതുപോലെ പരസ്പരമുള്ള ഐത്വമൊക്കെ എന്താണ്, മീനിങ്ലെസ് ആണ്, അർത്ഥമില്ലാത്തതാണ്. സമാജ് കെ സബ് ലോഗ് ബറാബർ ഹെ, സമൂഹത്തിലെ സബ് ലോഗ് എല്ലാവരും ബറാബർ ഹെ, സമന്മാരാണ്, തുല്യരാണ് അല്ലെ, ഈക്വൽ ആണ് ആണ് ഇതിന്റെ അർത്ഥം. ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബച്ചോ കുട്ടികളെ, അംബേദ്കർ കെ ഇസ് നസരിയെ പർ അല്ലെ, അംബേദ്കറിന്റെ ഈ നസരിയെ ഈ ഒരു ആശയത്തോടെ ആപ്കെ ക്യാ റായേ ഹെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാസി കീജിയെ അല്ലെ, നിങ്ങളോട് അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാം അല്ലെ. എന്ത് ചെയ്താം? ജാത്ത് പാത്ത് ഓർ ഭേദ്ഭാവ് ബേമഹനി ഹെ, ഈ ഒരു സെന്റൻസ് തന്നെ നമുക്ക് ഒന്നുകൊണ്ട് എടുത്തെഴുതാം. അതിന്റെ കൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. ജാത്ത് പാത്ത് ഓർ ഭേദ്ഭാവ് കാ മത്ലബ്, ജാത്ത് പാത്ത് അല്ലെ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ വിവേചനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലോകോമെ ആളുകളിൽ, ജാത്ത് ജാതി, മസ്ഹബ് മതം, രംഗ് യാ നസൽ നിറത്തിന്റെയോ വിഭാഗത്തിന്റെയോ കി ബുനിയാദ് പർ അടിസ്ഥാനത്തിൽ ഫറക് കർന വ്യത്യാസം കാണിക്കുക. മേരെ ഖയാൽ മേ എന്റെ അഭിപ്രായത്തിൽ സമാജ് കെ സബ് ലോഗ് സമൂഹത്തിലെ മുഴുവൻ ആളുകളും ബറാബർ ഹെ തുല്യരാണ്. അമേ ജാത്ത് പാത്ത് നമുക്ക് ജാത്ത് പാത്ത് ജാതി വ്യവസ്ഥ ഓർ ഭേദഭാവ് വ്യത്യാസങ്ങൾ കോ ഖത്തം കർക്കെ ഇല്ലാതാക്കിക്കൊണ്ട് സബ്കെ സാത്ത് എല്ലാവരോടും മുഹബത്ത് സ്നേഹത്തോടും ഇഹ്തിറാം ബഹുമാനത്തോടും ഓർ മുസാവാത്ത് നീതിപൂർവമായിട്ടും ഭർത്താവ് കർണ ചാഹിയെ പെരുമാറേണ്ടത് അല്ലെങ്കിൽ സഹവസിക്കേണ്ടത് എന്നർത്ഥമാണ്. അപ്പോൾ നമ്മുടെ ജാത്ത് പാത്തിനും ഭേദഭാവം സമൂഹത്തിൽ നിന്നും എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കഴിഞ്ഞ രൂപത്തിൽ 2 3 സെന്റൻസ് ആക്കിയിട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെന്റൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത് നോക്കാം. എന്താണ്? 2 ഷിയർ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു ഷിയർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ജിസ്കി ഖുഷ്ബൂ സെ മെഹക് ജായേ പഡോസി കാ ബിഗർ ഫൂൽ ഇസ് കിസ്ം കെ അർദ് സിമത് കുലായ ജായേ. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതിലെ വരികളാണ്, ഗസലിലെ വരികളാണ് അല്ലെ. ഇവിടെ എന്താ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? ബച്ചോ ഷാഹിർ കവി അർ സിമത്ത് എല്ലാ ഭാഗത്തും കിസ് കിസം കാ ഏത് തരത്തിലുള്ള ഫൂൽ ഗിലാനേക്ക് പൂക്കൾ വിരിയാനാണ് ആർജു രക്താ ഹെ അല്ലെ ആഗ്രഹിക്കുന്നത്. ഷീർ കാ മതലബ് അപ്നെ അൽഫാസ് മേ ലിഖിയേ, ഷീറിന്റെ മതലബ് നിങ്ങളുടെ ഭാഷയിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏത് ഷിയർ എഴുതുമ്പോഴും ആദ്യം നമ്മൾ എന്ത് എഴുതണം? ആ ഷിയർ ആരുടേതാണ് എന്ന് എഴുതണം. നമ്മൾ ഏത് ഷിയറിനെ കുറിച്ച് എഴുതുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഓർക്കേണ്ടത് ആ ഷിയറുടെ ആരുടേതാണ്, ഗസലിൽ നിന്നാണോ നസമാണോ, അതിന്റെ ആ നസമിന് പേരുണ്ടോ, അങ്ങനെയൊക്കെ എഴുതണം. അപ്പൊ ഇത് ഗസലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആരുടേതാണ്? ഗോപാൽ ഉർദു കെ മഷഹൂർ ഷായർ ഗോപാൽദാസ് നീരജ് കാ ഗസൽ സേ ഹെ അല്ലെ, ഏ ഷിയർ ഉർദു കെ മഷഹൂർ ഷായർ ഗോപാൽദാസ് നീരജ് കെ ഗസൽ സേ ഹെ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇസ് ഗസൽ മേ ഈ ഗസൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇൻസാനിയത്ത്, ഇഷ്ക്, മുഹബത്ത്, ഭായിചാരഗി, ദോസ്തി ഉസ്കെ ബാരെ മേ കഹത്തെ ഹെ അല്ലെ, ഇതിനെ കുറിച്ച് ഉസ്കെ ബാരെ മേ കഹത്തെ ഹെ. പിന്നെ നെക്സ്റ്റ് ഈ നസമിൽ എന്താ ഈ ഷിഹറിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് എഴുതാം അല്ലെ. അപ്പോൾ ഈ ഷിഹറിന്റെ മഫ്ഹൂമായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്, ആക്ടിവിറ്റി സൈഡിൽ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ എഴുതാം അല്ലെ. ജിസ്കി ഖുഷ്ബൂസെ എന്നാൽ എന്താണ്? അതിന്റെ സ്മെല്ല് കൊണ്ട് മെഹക് ജായെ സുഗന്ധഭരിതമാകും പഡോസി കാ ബിഘർ അയൽവാസിയുടെ വീടും
ഫൂൾ ഇസ് കിസം കാ അത്തരത്തിലുള്ള പൂക്കളാണ് ആസിമത് ഗുലായ ജായെ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് സെന്റൻസ് എഴുതിയതിന് ശേഷം തേഹേക്ക് അല്ലെ ഈ ഷീറിലൂടെ ഷായർ പറയുന്നത് എന്താണ്? ആ हमारे हमारे घर में होने वाले प्यार व മുഹബത്ത് हम दूसरों तक के पहुंचना चाहिए. നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്നേഹവും അതുപോലെ ഭായിചാരകി സാഹോദര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റിലുള്ള ആളുകളിലേക്കും എത്തിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ തരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഭാഗം കൂടി ഒന്ന് കാണാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ജിസ്കി ഖുഷ്ബൂസെ ഇതിന്റെ സുഗന്ധം കൊണ്ട് മെഹക് ജായെ സുഗന്ധഭരിതമാവണം പടോസി കാ വീട് നമ്മുടെ അയൽവാസിയുടെ വീടും ഫൂൾ ഇസ് കിസം കാ അർസിമത്ത് ഗുലായ ജായെ ഇത്തരത്തിലുള്ള പൂക്കളാണ് നമ്മുടെ ചുറ്റിലും വിടരേണ്ടത് അല്ലെ എല്ലാ ഭാഗങ്ങളിലും വിടരേണ്ടത് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ഇവിടെ പൂക്കൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂൾ ഗിലാന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെ പൂലെ പുഷ്പ അതിന്റെ പുഷ്പു എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്യാരാണ്, മുഹബത്താണ് അല്ലെ, ദോസ്തിയാണ്, അതുപോലെ ഭായിചാരകി ഇതൊക്കെ ചേർന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻസാനിയത്ത് മനുഷ്യത്വം ഇതൊക്കെ തന്നെയാണ് അല്ലെ. ഇത്തരത്തിലുള്ള പൂക്കളാണ് എല്ലായിടത്തും വിടരേണ്ടത് എന്നാണ് കവി പറയുന്നത്. ഇനി ഈ വരികളിൽ ഈ ഷിഹർമേ ഷാഹിർ ഏക് ഐസി മുഹബത്ത് ഈ ഷിഹർമേ ഈ വരികളിൽ ഷാഹിർ കവി ഏക് ഐസി മുഹബത്ത് അങ്ങനെയുള്ള ഒരു സ്നേഹത്തെ കുറിച്ചാണ് ഒരു ഭായിചാരകി സാഹോദര്യത്തെ കുറിച്ചാണ് ബാത് കർത്താഹെ പറയുന്നത്. ജോ സിർഫ് അപ്നെ തക് മഹ്ദൂദ് ഹോനോ നഹോ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബൽക്കെ ഉസ്കി ഖുശ്ബു കൂടാതെ അതിന്റെ സുഗന്ധം പടോസിയോ തക് ബി പഹുഞ്ചിനെ അല്ലെ നമ്മുടെ സ്നേഹവും അതുപോലെ സാഹോദര്യവും ഒക്കെ നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ പടോസിയോ തക് ബി പഹുഞ്ചെ നമ്മുടെ അയൽവാസികളിലേക്ക് താഹേക്ക് അവൻ ആഗ്രഹിക്കുന്നത് ഐസി മുഹബത്ത് ഓർ ഇൻസാനിയത്ത് കാ പൂൾ അല്ലെ സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പൂക്കളാണ് ആ തറഫ് ഗിലെ ജിസെ ഹർ കോയി ഫായദ ഉടാതെ അത്തരത്തിലുള്ള പൂക്കളാണ് എന്താണ് വിടരേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും ഫായദ ഉടായേ അല്ലെ അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഷോർട്ടാക്കി എഴുതുമ്പോൾ 3 മാർക്കിനുള്ള ആൻസർ ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ എഴുതുന്നതിന് പകരം ടീച്ചർ പറഞ്ഞ ആദ്യം ഏത് ഗസൽ നിന്നുള്ളതാണ് എഴുതുക അല്ലെ, ഷാഹിർ ആരാണെന്ന് എഴുതുക, ഗോപാൽദാസ് നീരജിന്റെ ഗസലിൽ നിന്നുള്ള വരികളാണെന്ന് എഴുതുക. അതുകൂടാതെ ഏത് അല്ലെ അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഈ ഗസൽമേ ഈ ഗസലിൽ അല്ലെ മുഹബത്ത് പ്യാര് ഭായിചാരകി അതുപോലെ ഇൻസാനിയത്ത് ഇതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എഴുതുക. അതിനുശേഷം മൂന്നാമതായിട്ട് അവിടെ എഴുതേണ്ടത് ഇതാണ് വഹി ചാത്താഹെ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഐസി മുഹബത്ത് അല്ലെ അങ്ങനെയുള്ള ഐസി ചേർക്കണമെന്നില്ല. മുഹബത്ത് ഓർ ഇൻസാനിയത്ത് കാ പൂൾ സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പൂക്കളാണ് ആ തറഫ് ഗുലെ എല്ലായിടത്തും വിടരേണ്ടത് ജിസ്സെ അതുകൊണ്ട് അത് പോയി ഫായദ ഉടായെ അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗസൽ ഉറുദു കി ആബ്രൂഹെ ഗസൽ എന്ന് പറയുന്നത് ഉറുദുവിന്റെ അഭിമാനമാണ്. ഹാലിബെ മീർ ദാഹ് ഇവരൊക്കെ എന്താണ്? കവികളാണ് അല്ലെ. എന്താണ്? മഷൂർ ഗസൽ ഗോ ഷുഹ്റാഹെ അല്ലെ എന്താണ്? ഗസലുകൾ എഴുതുന്ന കവികളാണ്. ബച്ചോ കുട്ടികളെ ഗസൽ കെ ബാരെ ഗസലിനെ കുറിച്ച് ആ പോർ ക്യാ ജാനത്തെ നിങ്ങൾക്ക് എന്താണ് അറിയാം? മഹ്ലൂമാത്ത് ഫറാഹം കീജിയെ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ തന്നെ രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് സെന്റൻസ് തന്നിട്ടുള്ളത്? ഗസൽ ഉറുദു കി ആബ്രൂഹെ അല്ലെ ഉറുദു കി എന്നുള്ളത് ഉറുദു ഷാരി കി ആബ്രൂഹെ എന്നും കൊടുക്കാം അല്ലെ. അതുപോലെ ഇവിടെ എന്തെടുത്തിട്ടുണ്ട്? ഹാലിബെ മീർ ദാഖ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്ന നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള രണ്ട് പേരുകളാണ്. ഇക്ബാലിന്റെ പേര് കൊടുക്കാം. അതുപോലെ ഗോപാൽദാസ് നീരജിന്റെ ഗസൽ നിങ്ങൾ പഠിച്ചു. അപ്പൊ അതുകൂടി നിങ്ങൾക്ക് കൊടുത്തിട്ട് മഷ്ഹൂർ ഗസൽ ഗോ ഷുഹ്റ എന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് 1-2 സെന്റൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ആൻസർ ആയി. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഗസലിനെ കുറിച്ച് ചെറിയൊരു വിവരണം നോക്കാം. ഗസലിന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു കുറിപ്പാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് അറിയാവുന്ന നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ള 2 സെന്റൻസ് നമുക്ക് എടുത്തെഴുതാം. കൂടാതെ ഗസൽ ഉറുദു ഷാരിയിലെ ഉറുദു കവിതാ ഭാഗത്തിലെ മഖ്ബൂൽ സിൻഫിഹെ അല്ലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഗസൽ കാ ആഹാസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തുടക്കം. ഫാർസി ഷായരിയിൽ നിന്നാണ് ഉണ്ടായത്. ഗസൽ കെ പഹലെ ഷീർക്കോ അല്ലെ ആദ്യത്തെ 2 വരികൾ എന്താ പറയാ? മത്ല കഹത്തെ ഹെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ആഖിരി ഷീർക്കോ മക്ത കഹത്തെ ഹെ അവസാന വരികൾ എന്ത് പറയുന്നു? മക്ത എന്ന് പറയുന്നു. ജിസ്മേം അതിൽ ഷായർ അപ്ന തഖല്ലുസ് ഇസ്തിമാൽ കർത്താ ഹെ ഷായർ തന്റെ തഖല്ലുസ് പെന്നേം അല്ലെ തൂലികാനാമം ഉപയോഗിക്കുന്നു. ഗസലിലെ റദീഫ് ഓർ കാഫിയ ബി ഹോത്തെ ഹെ റദീഫും കാഫിയും ഉണ്ടാകും. ഗസൽ കെ മൗസൂ ഗസലിന്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ക് വ മുഹബത്ത് അല്ലെ ഇഷ്ക് സ്നേഹവും പ്രണയവും, ദർദ് വഹം ദുഃഖവും സങ്കടവും, ജുദായി വേർപാട്, സമാജി മസലവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വഹീറാഹെ ഇതൊക്കെയാകുന്നു. ഇനി ഇതിൽ നമുക്ക് ചേർത്തെടുക്കാൻ പറ്റിയത് ഓരോ 2 വരികളിലും ഒരു മൗസൂഹ് അല്ലെ ഏക്ക് ഷിർമേം ഏക്ക് മൗസൂഹ് മുക്കമ്മിൽ ഹോത്താഹെ അല്ലെ 2 ഷിയറിലും എന്താണ് ഒരു വിഷയം പൂർണ്ണമായിട്ടുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ള ഷിയറുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാകും എന്നൊക്കെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ നമ്മൾ 3 മാർക്കിനുള്ളതായതുകൊണ്ട് നമുക്ക് ഇത്രയുള്ള ഒരു കുറിപ്പ് മതി കേട്ടോ. നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീച്ചെ ചന്ദ് മഹ്ലൂമാ ദി ഗയി ഹെ താഴെ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉൻകി മദദ് സെ അതിന്റെ സഹായത്തോടെ ഗോപാൽദാസ് നീരജിന്റെ സവാനി നോട്ട് തയ്യാർ കീജിയെ സവാനി നോട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഒരു 4 മാർക്ക് നേടാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം അറിയുന്നവർ എന്ത് ചെയ്യണം?
നമ്മുടെ ഗോപാൽദാസ് നീരജ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗസലിന്റെ താഴെയായിട്ടൊരു തഹാറഫ് ഉണ്ട്. അത് നോക്കി നന്നായിട്ട് പഠിക്കണം. ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു ടിപ്പാണ് ടീച്ചർ ഇപ്പോൾ പറയുന്നത്, ഒരു ടിപ്പാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നില്ല, എന്നാലും ഒരു 3 മാർക്കൊക്കെ ഒപ്പിക്കാൻ ഇത് മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കുമ്പോൾ ഗോപാൽദാസ് എന്ത് കൊടുക്കുക, ഹെഡിങ് ഗോപാൽദാസ് നീരജ് എന്ന് കൊടുക്കുക. ഹെഡിങ് ഗോപാൽദാസ് നീരജ് എന്ന് കൊടുക്കുക. എന്നിട്ട് എഴുതി തുടങ്ങാം. ഗോപാൽദാസ് നീരജ് എന്ന് ആദ്യം കൊടുത്തിട്ട് ഗോപാൽദാസ് നീരജ് കാ അസ്ലി നാം ഗോപാൽദാസ് സക്സേന ഹെ എന്ന് കൊടുക്കുക. അതുപോലെ ഉൻകാ പൈദായിഷ്, അദ്ദേഹത്തിന്റെ പൈദായിഷ് 1925 को उत्तर प्रदेश के अडावा के करीब हुआ था. അല്ലെ, അദ്ദേഹം ജനിച്ചത് അവിടെയായിരുന്നു. അടുത്തത് ഉൻകാ തഹല്ലുസ്, അദ്ദേഹത്തിന്റെ തഹല്ലുസ് നീരജ് രഖാഹെ എന്ന് കൊടുക്കാം. രഖാഹെ. ഇനി രഖാന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഹേ എന്ന് മാത്രം എഴുതിയാലും വലിയ കുഴപ്പമില്ല. അടുത്തത് ഉൻകെ, ഇവിടെ മഷൂർ കിതാബെ വന്നുകൊണ്ട് നമ്മള് ഉൻകെ എന്ന് കൊടുക്കണം. ഉൻകെ അല്ലെ ബഹുവചന. ഉൻകെ മഷൂർ കിതാബെ ദർദ് ദിയായ ആസാവരി ബദലോं से सलाम लेता हूं गीत जो गाये नहीं ഹേ. കുറെ കിതാബുകൾ പിന്നെ പേര് വന്നതുകൊണ്ട് ഹേ എന്ന് കൊടുക്കാം നമുക്ക്. അതുപോലെ ഉൻകെ അവാർഡ്, അദ്ദേഹത്തിന് 2-3 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഉൻകെ അവാർഡ് 1909 പത്മശ്രീ, 2008 പത്മഭൂഷൺ സെ ഇസാസ് കിയ അല്ലെങ്കിൽ സെ ഖിദ്മത്ത് കിയ എന്നൊക്കെയാണ് വേണ്ടത്. ഇനി അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഹേ എന്ന് ചേർത്തെടുത്താലും മതി, അല്ലെങ്കിൽ മിലാഹെ എന്ന് ചേർത്തെടുത്താലും മതി. മിലേഹെ, മിലാഹല മിലേഹെ അല്ലെ, പിന്നെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മിലേഹെ എന്ന് ചേർത്തെടുത്താലും മതി. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉൻകാ ഇന്തിഹാൽ, അദ്ദേഹത്തിന്റെ മരണം 19 ജൂലൈ 2018 ഹുവാ കൂടി ചേർത്തിട്ടാൽ നമ്മുടെ ഈ പ്രൊഫൈല് റൈറ്റിംഗ് സവാനി നോട്ട് ready. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദർസെ അമൽ സഹാദത്ത് നസീർ की मशहूर नज़म है. ദർസെ അമൽ എന്ന് പറയുന്നത് ഷഹാദത്ത് നസീറിന്റെ മഷ്ഹൂർ നസമാണ്. ബച്ചോ ഇസ് നസം കെ ജരിയെ, ഈ നസമിലൂടെ ഷായർ ക്യാ കഹ രഹാ ഹൈ, ഷായർ എന്താണ് പറയുന്നത്? നസം की ഷീരി ഹൂബിയാ ക്യാ ക്യാ ഹെ, അതിലുള്ള വരികളുടെ പ്രത്യേകതകൾ, ഹൂബിയാ എന്ന് പറഞ്ഞ പ്രത്യേകതകൾ ക്യാ ക്യാ ഹെ എന്തെല്ലാമാണ്? സവാലോं की रोशनी में नज़म का തഹസീനി നോട്ട് अपने अल्फाज में लिखिए. തഹസീനി നോട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഷായർ കാ തഹാറുഫ്, ഷായറിന്റെ തഹാറുഫ് എഴുതണം. നസം കാ മൗസൂഹ് അല്ലെ, എന്താണ് കവിതയുടെ മൗസൂഹ് എന്ന് എഴുതണം. മൗസൂഹ് എന്ന വിഷയം. അതുപോലെ സബാൻ കി ഖൂബ്സൂറത്തി, അതിലെങ്ങനെയാണ് ഭാഷയെ, ഉറുദു ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള പ്രയോഗങ്ങളും അതുപോലെ ബാക്കിയുള്ള ഭാഷയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഭംഗിയാണ് ആ കവിതക്കുള്ളത് എന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ 2-3 കാര്യങ്ങൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആരുടെ കവിതയാണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആരുടെ കവിത? ദർസെ അമൽ സഹാദത്ത് നസീർ കെ മഷ്ഹൂർ നസം എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതേണ്ടത് അതാണ് അല്ലെ. തഹസീനി നോട്ട് എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് തഹസീനി നോട്ട് എന്നോ ദർസെ അമൽ എന്നോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ദർസെ അമൽ സഹാദത്ത് നസീർ കി മഷ്ഹൂർ നസം ഹെ, മഷ്ഹൂർ നസമാണ്. അതുപോലെ ഇതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇസ്മേം, ഈ കവിതയിലെ നമ്മൾ ഈ കവിത എന്നുള്ള ഏത് വരി ചോദിക്കുകയാണെങ്കിലും ഈ 2 സംഭവം നിങ്ങൾക്ക് ഈ കവിത എന്നുള്ള വരികളിൽ എവിടെയും എഴുതാം അല്ലെ. ദർസയാമൽ നമുക്ക് അതിൽ നിന്നുള്ള വരികളാണ് നമുക്ക് കണ്ടെത്താനുള്ള എളുപ്പമായി. അതിന്റെ ലാസ്റ്റിലൊക്കെ ചലയച്ചലോ എന്നുണ്ട് അല്ലെ, ചലയച്ചലോ എന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് വേഗം അറിയാം. അപ്പൊ നിങ്ങൾ അതിന് ഏത് വരികൾ ചോദിച്ചാലും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ദർസയാമൽ സഹാദത്ത് നസീർ കി മഷ്ഹൂർ നസമെ ഹെ, പ്രശസ്തമായ കവിതയാണ്. ഇസ് നസമെ, ഈ കവിതയിലൂടെ ഷായർ കാത്തെ ഹെ, ഷായർ പറയുന്നത് എന്തെന്നാൽ എന്താണ്? ഉമ്മീദ് അല്ല, മുഹബത്ത് പ്യാര് ഉമ്മീദ് കാമ്യാബി ഇസ്കെ ബാരെ മേ ബാത് കർത്തെ ഹെ, ഇതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. മുഹബത്തും പ്യാറും നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഉമീദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, കാമ്യാബി എന്ന് പറഞ്ഞാൽ വിജയം, ഇതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് എഴുതാം. എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നസംക മൗസൂ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി സബാൻ കി ഖൂബ്സൂറത്തിയാണ് അല്ലെ. ഇസ് നസമേം സീതാ സാദാ അൽഫാസ് ഇസ്തിമാൽ കർത്തെ ഹെ അല്ലെ, അല്ലെങ്കിൽ സീതാ സാദാ സബാൻ, ഈസി ആയിട്ടുള്ള സീതാ സാദാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാധാരണയായിട്ടുള്ള അൽഫാസ് വാക്കുകളാണ് ഇസ്തിമാൽ കിയത്തെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. അതുപോലെ ഷീറീൻ അൽഫാസ് അല്ലെ, മധുരമായിട്ടുള്ള, നമുക്ക് ഷീരീൻ, ദിൽകഷ് അൽഫാസ്, ഇത് ഏത് കവിതനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റിയ വാക്കുകളാട്ടാ. സീതാ സാദ, ദിൽകഷ്, ഷീരീൻ അൽഫാസ്, ദിൽകോ ചൂ ലേനെ വാല അൽഫാസ്, മനസ്സിൽ തട്ടുന്ന അല്ലെ, മുത്താശിർ ഓനെ വാല അൽഫാസ്, നമ്മളെ സ്വാധീനിക്കുന്ന വാക്കുകൾ, ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് എഴുതാം. അതുപോലെ ഷീർക്കെ ഏക്ക് മിസ്രേക്കെ ആഖിർ ചലോ ഇസ്തിമാൽ കിയത്തെ അല്ലെ, ചലോ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഷീർ കി ഖൂബി ബഡാത്തെ ഹെ, ഇത് നമ്മുടെ ആ വരികളുടെ ഭംഗി കൂട്ടുന്നു എന്നൊക്കെ എഴുതാം. അതുപോലെ എഴുതാൻ പറ്റിയതാണ് ഈസ് നസമെ മേരെ പസന്ദീദ ഷീർ, ഈ കവിതയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വരി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന 2 വരി, നമ്മളിപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഉണ്ടാവും ഇതിൽ നിന്നുള്ള വരികൾ. അപ്പോൾ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വരികൾ ഉണ്ടെങ്കിൽ അതോ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട് തഫീഖ് രംഗ് നസൽ മിട്ടാത്തെ ചലേ ചലോ എന്ന് പറഞ്ഞിട്ടുള്ള വരി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എഴുതി വെക്കാം. അതുപോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും വരി